ഹലോ, ഗുഡ് മോർണിംഗ്. ജോസ് കാച്ചിപ്പള്ളി ഒഫീഷ്യൽ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ഒരു കെയർ ടേക്കറെ വച്ചിട്ടുണ്ടോ? സ്വപ്നങ്ങളില്ലാത്ത മനുഷ്യരുണ്ടാവില്ല. എല്ലാവർക്കും സ്വപ്നങ്ങൾ ഉണ്ടാവും. ഉറക്കത്തിൽ കാണുന്ന സ്വപ്നങ്ങളല്ല, അത് ഒരു രാത്രി കൊണ്ട് തീരുന്ന സ്വപ്നങ്ങളാണ്. നമ്മുടെ ഉറക്കത്തിൽ നമ്മൾ പരസ്പര ബന്ധമില്ലാത്ത പല കാര്യങ്ങളും പല സ്വപ്നങ്ങളും കാണുന്നു. അത് നേരം വെളുക്കുമ്പോഴേക്കും ചിലത് ഓർക്കും, ചിലത് മറന്നു പോകും. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മുടെ മനസ്സിൽ സജീവമായി നിൽക്കുന്ന ചില സ്വപ്നങ്ങളുണ്ട്. നല്ലൊരു വീട് പണിയുന്നതിനെ കുറിച്ച്, നല്ലൊരു വാഹനം വാങ്ങിക്കുന്നതിനെ കുറിച്ച്, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസമോ വിവാഹമോ അതൊക്കെ നല്ല രീതിയിൽ നടത്തുന്നതിനെ കുറിച്ച്. ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ, ഈ സ്വപ്നങ്ങൾ നമ്മുടെ മനസ്സിൽ എന്നും സജീവമായിട്ട് നിലനിൽക്കും. അവ ഒരിക്കലും നമ്മെ വിട്ടു പോകില്ല. അപ്പോൾ ഈ സ്വപ്നങ്ങൾക്ക് ഒരു കെയർ ടേക്കർ വെച്ചിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഞാനിത് പറയുന്നതിന് കാരണമുണ്ട്. ജീവിതം എന്ന് പറയുന്നത് ഒരു വലിയ യാത്രയാണ്. ജീവിതമാകുന്ന ആ വാഹനത്തിൽ നമ്മളിങ്ങനെ നിരന്തരം യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ യാത്ര എവിടെയാണ് അവസാനിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് എവിടെയാണ് ഇറങ്ങണ്ടേ, നമുക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പ് ഏതാ, അത് നമുക്കറിയില്ല. അത് എപ്പോഴാണെന്നും അറിയില്ല, എത്ര സമയം എടുക്കുമെന്നും അറിയില്ല. എപ്പോഴെങ്കിലും ഏതെങ്കിലും സമയത്ത് കണ്ടക്ടർ വിളിച്ചിട്ട് പറയും, ഇതാ നിങ്ങൾക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പായി. അങ്ങനെ പറഞ്ഞാൽ ആ നിമിഷം നമ്മൾ ഇറങ്ങണം. പക്ഷെ ഒരു പ്രത്യേകതയുള്ളത്, ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ബാഗേജ് ഒന്നും കയ്യിലുണ്ടാകാൻ പാടില്ല, ലഗേജ് ഉണ്ടാകാൻ പാടില്ല. അപ്പം നമ്മുടെ സ്വപ്നങ്ങളൊക്കെ നമ്മൾ ഉപേക്ഷിച്ച് പോകണം എന്നർത്ഥം. നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ ഉപേക്ഷിച്ച് നമ്മളോട് പറയുന്ന ആ സ്റ്റോപ്പിൽ നമ്മൾ ഇറങ്ങണം. പിന്നെ വീണ്ടും തിരിച്ചൊരു യാത്രയില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ യാത്ര അവസാനിപ്പിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ വാഹനത്തിൽ നിന്ന് താഴെ ഇറങ്ങുന്ന സമയത്ത്, പിന്നീട് നമ്മുടെ സ്വപ്നങ്ങളെ ആരാണ് സംരക്ഷിക്കുക? അല്ലെങ്കിൽ അവർ അനാഥമാവില്ലേ? ഇത്രയും കാലം നമ്മൾ മനസ്സിൽ താലോലിച്ചുകൊണ്ട് നടന്നിരുന്ന സ്വപ്നങ്ങൾ ഇനിയിപ്പോൾ താലോലിക്കാൻ നമ്മളില്ലെങ്കിൽ ആ സ്വപ്നങ്ങൾ അനാഥ സ്വപ്നങ്ങളുടെ ഗണത്തിലേക്ക് മാറ്റപ്പെടില്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്താണ് ഒരു കെയർ ടേക്കറുടെ ആവശ്യം വരുന്നത്. നമ്മൾ യാത്ര പുറപ്പെടുമ്പോൾ തന്നെ, യാത്രയിലായിരിക്കുമ്പോൾ തന്നെ ഒരു കെയർ ടേക്കറെ വെച്ചാൽ ആ കെയർ ടേക്കർക്ക് നമ്മുടെ സ്വപ്നങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞു കൊടുത്താൽ പിന്നെ അയാളായിക്കോളും. നമുക്ക് സ്റ്റോപ്പിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് പോകാം. കാരണം നമ്മുടെ സ്വപ്നങ്ങൾ അനാഥമായിട്ട് അലഞ്ഞു തിരിയേണ്ട ആവശ്യം വരില്ല. ആ സ്വപ്നങ്ങളെ ആ കെയർ ടേക്കർ ഏറ്റെടുത്ത് നടത്തും. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? ഒരു കെയർ ടേക്കർ നല്ലതാണോ? ഇത് ജോസ് കാച്ചിപ്പള്ളി. നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ശുപാർശ ചെയ്യുക.